കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ പത്മജ എസ് മേനോൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൊച്ചി കോർപ്പറേഷൻ മേയർ പോലും കത്ത് കൊടുത്തു വിട്ടു എന്നാണ് പറയുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും. എന്താണെന്നറിയാമോ സുനിൽജി, നമ്മൾ ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പോകാറുണ്ട്, പല മിനിസ്ട്രിയിലും കാണാറുണ്ട്. അവിടെ നമുക്ക് കിട്ടുന്ന സ്വീകരണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെതല്ലേ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അല്ലേ, അങ്ങനെയൊന്നും അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് ഏത് കോർപ്പറേഷൻ ആണെങ്കിലും അത് എന്ത് വില്ലേജ് ആണെങ്കിലും അവർക്കൊരു പ്രശ്നമില്ല. പലപ്പോഴും ഞങ്ങൾ പല മീറ്റിങ്ങിലും പോകുമ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ ത്രൂ പ്രോപ്പർ ചാനൽ ഞങ്ങളത് ചെയ്തോളാം. നിങ്ങൾക്ക് അവിടെ BJP കൗൺസിലറില്ല, അപ്പോൾ അവിടെ എന്ത് കാര്യം നടക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജനങ്ങൾക്ക് വേണ്ടി 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. നടക്കാത്ത കാര്യങ്ങൾ അറിയിക്കുന്നു. ഇത്തവണ ഞാൻ ഡൽഹിക്ക് പോകണു എന്നറിഞ്ഞപ്പോൾ അനിൽകുമാർജി, ഞങ്ങളുടെ മേയർ തന്നെ പറഞ്ഞു, പത്മജ കുറച്ച് ലെറ്റേഴ്സ് ഞാൻ തരാം, ഒന്ന് കൊണ്ടു കൊടുക്കാമോ, എൻ്റെ ഫോളോ അപ്പ് ചെയ്യാമോ? അതിനെന്താന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി. ആദ്യത്തെ എഴുത്ത് തന്നെ അദ്ദേഹം തന്നത് സർബാനന്ദ് സോണോവാൾജിക്കാണ്. അദ്ദേഹമാണ് പോർട്സിൻ്റെയും ഷിപ്പ്യാർഡിൻ്റെ അങ്ങനത്തെ ഉള്ളതിൻ്റെ മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഒരു ദിനേശ് മേനോൻ എന്ന് പറഞ്ഞൊരു PA ആണ് അദ്ദേഹത്തിനുള്ളത്. നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ സംസാരിച്ചോളൂ, മലയാളമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്താണ്, ദിനേശ് മേനോൻജി അശ്വന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറിയാണ് ആ മിനിസ്ട്രിയിലുള്ള, ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയിലുള്ള. അദ്ദേഹത്തിന് എഴുത്ത് വിളിച്ച് സമയം അപ്പോയിൻമെൻ്റ് എടുത്തു. ഒന്ന് സിനുജി അന്ന് ആലോചിക്കും, ഞാൻ ഇവിടെ നിന്നുള്ളൊരു കോർപ്പറേഷൻ കൗൺസിൽ, കേരളം എന്ന് പറഞ്ഞാൽ അറ്റത്ത് കിടക്കുന്ന സ്ഥലം, 3-നും 5-നും ഇടയ്ക്ക് സമയം തന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് 2 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വന്നിരിക്കുന്നു, മാഡം ഞാൻ 3 മണിക്ക് ഉണ്ടാവില്ല, ഒരു മീറ്റിംഗ് കുടുങ്ങിപ്പോയി, 4 മണിക്കേ ഉണ്ടാവും ഇന്ന്. അപ്പം ആലോചിക്കാൻ പറ്റും, സാധാരണ നമ്മൾ 3 മണിക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യണം. സോറി അദ്ദേഹം വന്നിട്ടില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ലല്ലോ, ഞങ്ങളത് ചെയ്തു തരാമല്ലോ. ഞാൻ ഉടനെ തന്നെ അനിൽകുമാർജിയുടെ ലെറ്ററാണ് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇത് ശരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ചെയർമാൻ വിജയകുമാർജി ഇപ്പോൾ ലീവിലാണ്. അതിന് പകരം വൈസ് ചെയർമാൻ മിസ്റ്റർ സിംഗ് ഉണ്ട്, അദ്ദേഹത്തെ പോയി കാണുന്നു. അത് നോയിഡയിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയം എത്രയായല്ലോ. അദ്ദേഹം തന്നെ നമ്പർ തന്നു, അദ്ദേഹം തന്നെ വിളിച്ച് കണക്ട് ചെയ്തു. പിറ്റേ ദിവസം 11 മണിക്ക് ആലോചിക്കണം, ജോയിൻറ്റ് സെക്രട്ടറി സെൻട്രൽ ഗവൺമെൻറ്റിൽ വിളിച്ച് കണക്ട് ചെയ്ത് തരാണ്. അവിടെ ചെന്നപ്പോൾ കൃത്യമായിട്ട് ആൾ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം ഇതൊക്കെ കേട്ടതിന് ശേഷം പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വലിയ കുറേ മാപ്പുണ്ട്, ഈ മാപ്പിൽ നിങ്ങളുടെ സ്ഥലം വരുമെന്ന് നോക്കണമെന്ന്. അപ്പം ഞാൻ നടന്നു വന്നപ്പോൾ കേരളത്തിൻ്റെ മാപ്പ് തീരദേശത്തെത്തി. ഞാൻ മിസ്സാ, ഇതാണ് ഞങ്ങളുടെ വടുതല കിടക്കുന്നുണ്ട്, എൻ്റെ ഇത് എറണാകുളം കിടക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും കിടക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം, നിങ്ങളൊരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ഞങ്ങൾക്ക് തരൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല. ഇവിടെ നെട്ടൂരാണ് നമ്മളുടെ ഓഫീസ് ഇരിക്കുന്നത്, അവിടെ പോയിട്ടൊന്ന് സംസാരിച്ചാൽ മതി. അപ്പം ഞാൻ ശ്രീ അനിൽജിയോടുത്ത് വിളിച്ച് ചോദിച്ചു, ഇനി ഒഫീഷ്യൽ ലെവലിൽ ഡേറ്റ് എടുക്കുമോ അതോ ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്യണോ? അദ്ദേഹം പറഞ്ഞു, പത്മജ തന്നെ കുറച്ചും കൂടെ മുന്നോട്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ഒഫീഷ്യൽ ലെവൽ എടുക്കുക. സിനുജി, ഇന്നലെ എന്നെ നെട്ടൂർ ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ വരുന്ന ചൊവ്വാഴ്ച 11 മണിക്ക് ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ നമുക്ക് നടത്തിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് മറുപടി തരൂ. അപ്പോൾ എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കൊടുത്ത എഴുത്തിന് ഈ വെള്ളിയാഴ്ച മറുപടി വന്നു കഴിഞ്ഞു. ഞാനിവിടെ പോയിട്ടില്ല, നെട്ടൂർ ഓഫീസിൽ പോയിട്ടില്ല. നെട്ടൂർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് ചൊവ്വാഴ്ച 11 മണിക്ക് അവരുടെ ഓഫീസേഴ്സ് റെഡിയാണ്, നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ അറിയിക്കും, നമുക്ക് ഒരുമിച്ച് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തി മുന്നോട്ട് പോകാമെന്ന്. അപ്പം നമ്മൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നത് വെറുതെ അല്ലേ? അപ്പോൾ കേന്ദ്രം പദ്ധതിക്ക് പണം തരാനും സൗകര്യം തരാനും തയ്യാറാണ്, അത് ചോദിച്ച് മേടിക്കാം, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ചോദിക്കുന്നില്ല. പണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവർ പറയും കേരളവും വെസ്റ്റ് ബംഗാളാണ് ഒരു റിപ്പോർട്ടും കൊടുക്കാത്തത്. ബഹളം വയ്ക്കുമ്പോൾ വെസ്റ്റ് ബംഗാൾ എന്തെങ്കിലും ഒരു കുറിപ്പടി കൊടുക്കും, കേരളം അതുപോലും ചെയ്യില്ല. എല്ലാത്തിനൊരു ഓഡിറ്റിംഗ് ഇല്ലേ? കൃത്യമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും, അതിൻ്റെ കണക്കുകൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ വരും. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് ടെൻഡർ ചെയ്യാം. വേറൊരു മിനിസ്ട്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞത് 10% ഇതിൻ്റെ ചാർജായിട്ട് നിങ്ങൾ തന്നാൽ ബാക്കി അവർ മുഴുവനും മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിയിൽ അതെങ്ങനെ വരുന്ന അറിയില്ല. അതിനുശേഷം എനിക്കൊരു എഴുത്ത് തന്നത് നമ്മളുടെ അമിത്ഷാജിക്കാണ്.
അപ്പോൾ അമിത്ഷാജിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹെഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയാണ്. ഇവിടെ അറിയാമല്ലോ, മഴ വന്നാൽ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇപ്പം നമ്മൾ രണ്ടാം നിലയിൽ ഇരിക്കുന്നവരും മുങ്ങൂല, ഒന്നാം നിലയിലാണെങ്കിൽ വരെ മുങ്ങും. എൻ്റെ ഡിവിഷനിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഒന്നാമത്തെ നിലയിൽ ഒരു മുറിയെങ്കിലും പണിയാണ്, കാരണം അങ്ങനെ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇതിൽ പോകുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ CSML എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മിഷനിൽ നമ്മൾ കൊച്ചി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനുജി വോണ്ട് ബിലീവ് ഇറ്റ്, കാനകൾ ഇങ്ങനെ വന്ന് നിൽക്കും, പിന്നെ ഇങ്ങനെ നിൽക്കും. ഈ നടുക്കുള്ള സ്ഥലത്ത് കാനയില്ല. അപ്പം ഇവിടുന്ന് വരുന്ന വെള്ളം തിരിച്ച് ഒഴുകി ഡർബഹാൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ പുറകോട്ട് തള്ളിപ്പോണം. അവിടെ നിന്ന് ഒഴുകി വരുന്ന പാർക്കിൻ്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം തിരിച്ചങ്ങോട്ട് തള്ളിപ്പോണം. ഇവിടെ കളക്ടറുടെ ബംഗ്ലാവിൻ്റെ മുമ്പിൽ കൂടെ ചുറ്റിക്കറങ്ങി പോകണം. ഈ ഒരു ജോയിന്റ് അവർ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പല സ്ഥലത്തും ഒട്ടും സ്മാർട്ട് അല്ലാത്ത വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിപ്പോൾ രാമർമ്മ ക്ലബിൻ്റെ മുമ്പിൽ കൂടെ ചുറ്റി, MG റോഡിൽ നിന്ന് ജോസ് ജംഗ്ഷനിൽ കൂടെ വന്ന് രാമർമ്മ ക്ലബിൻ്റെ മുമ്പിൽ കൂടെ ചുറ്റി തിരിച്ച് MG റോഡിൽ തന്നെ ചെല്ലും. അപ്പം ഇത്തിരി നേരം നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ഞാൻ തന്നെ പല പ്രാവശ്യം ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെയും എവിടെയൊക്കെയാണ് ബ്രേക്ക് ത്രൂ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിട്ട് 2-2.5 കൊല്ലമായി. ഈ ചൊവ്വാഴ്ച അവർ ഇപ്പോഴത്തെ പുതിയ സൂപ്രണ്ടിങ് എഞ്ചിനീയർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് നമുക്ക് ഇൻലാൻഡിൻ്റെ വന്നിരിക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. കൊച്ചിയിൽ എവിടെയൊക്കെയാണ് ഡ്രെയിനേജ്, എങ്ങനെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണെന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ സഹിതം ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യും. സിനുജി, നമ്മുടെ റോഡുകളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ റോഡുകൾ നിതിൻ ഗഡ്കരി സാറിൻ്റെ, അതെൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പോയതാണ്. കാരണം എൻ്റെ അവിടെയുള്ള റോഡുകളൊക്കെ വളരെ ശോചനീയാവസ്ഥയിൽ 8 മാസം മുമ്പൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. രാമൻകുട്ടി അച്ഛൻ റോഡൊക്കെ ഞാൻ CPM ഭരിക്കുന്ന സ്ഥലത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രിഡ്ജിൻ്റെ ഇടതുവശത്ത് CPM, ഇപ്പുറത്ത് BJP. ഈ സൈഡിലാണ് ഏറ്റവും കുഴി. അവിടെ ചെയ്തിട്ടില്ല. 8 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത്. എന്നിട്ട് മേയർ എപ്പോഴും പറയും കേട്ടോ, മേയർ ഇത് കണ്ടു തന്നെ തീരണം പറയും. ഞാൻ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കും, എനിക്കങ്ങനെ പാർട്ടി വ്യത്യാസമില്ല, അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. എന്നിട്ട് എന്തുകൊണ്ട് ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിൽ CPMകാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു? 8 മാസം മുമ്പ് ഫയൽ ഉണ്ടാക്കി എനിക്കിതുവരെ ചെയ്തു തന്നിട്ടില്ല. അതിന് ഉത്തരം പറയാനായിട്ട് മേയർ ബാധ്യസ്ഥനാണ് എന്ന് തന്നെ ഞാൻ തുറന്നു പറയുന്നു. അപ്പം നിതിൻ ഗഡ്കരിജിയുടെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു, ചിറ്റൂർ റോഡ് ഓൾഡസ്റ്റ് റോഡാണ്. അതിനുശേഷമാണ് MG റോഡൊക്കെ വന്നത്. MG റോഡും കുറച്ച് നീളമുള്ളൂ, 4-4.5 കിലോമീറ്റർ. ഇത് 17 കിലോമീറ്ററോളം ഉണ്ട്. 15 കോടി രൂപ ഉണ്ടെങ്കിൽ തീർക്കാമെന്നാണ് ഒരു റഫായിട്ടൊരു എസ്റ്റിമേറ്റ് ഇട്ട് പറഞ്ഞ്. ധാരാളം ആരാധനാലയങ്ങൾ എല്ലാ സമൂഹത്തിൻ്റെയും അതിലുണ്ട്. അതൊന്ന് കുറച്ച് വലുതാക്കിയിട്ട് ആൾക്കാർക്ക് ട്രാവലിംഗ് ടൈം വളരെ കുറയും. നല്ലൊരു ഷോക്കേസ് പീസായിട്ട് ചേരാനൂരിൽ നിന്ന് അവിടെ നിന്ന് തുടങ്ങിയിട്ട് രവിപുരം വരെ നീണ്ടു കിടക്കുന്ന റോഡാണ്. അതൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നിതിൻ ഗഡ്കരിജിയുടെ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു അതിൻ്റെ നിങ്ങളുടെ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വള്ളക്കടവ് എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് എല്ലാവരും വള്ളത്തിലാണ് യാത്ര ചെയ്തത്. എൻ്റെ അമ്മുമ്മയൊക്കെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. മഹാത്മാഗാന്ധിജി 1896 വിവേകാനന്ദ സ്വാമികളൊക്കെ വന്നിറങ്ങിയത് നമ്മളുടെ ഇവിടെയാണ്, ബോർഡ് ജെട്ടിയിലാണ്. അതൊരു വലിയ മ്യൂസിയമായിട്ട് വികസിപ്പിക്കാനായിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവർ പറഞ്ഞു, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ഒന്ന് ഫോർവേഡ് ചെയ്ത് തന്നാൽ എളുപ്പമായി. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി ചോദിക്കാനാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ? ശരിക്കും പറഞ്ഞാൽ ഈ ഭരിക്കുന്ന അല്ലെ ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികൾ ആരാണോ അവരിലേക്ക് സഹായം എത്തിച്ചേരാൻ ഡൽഹി തയ്യാറാണ്, കേന്ദ്രം തയ്യാറാണ്. ഇതുപോലെ ജോർജ് കുര്യൻജിയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റോഷി അഗസ്റ്റിൻ വഴി സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളുടെ ഈ ഡ്രഡ്ജിങ് മത്സ്യബന്ധനത്തിൻ്റെ ആണല്ലോ, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അത് പറ്റുന്നില്ല, മത്സ്യം വരുന്നില്ല, വെള്ളത്തിൻ്റെ ലെവൽ കുറവായതൊന്നും വരുന്നില്ല, റോഷി അഗസ്റ്റിൻ വഴി ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവർ പറയാൻ അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊന്ന് ചോദിക്കാമല്ലോ, അദ്ദേഹത്തിന് ഒപ്പിട്ട് തരാൻ ബുദ്ധിമുട്ടും വല്ലതും ഉണ്ടോ? അപ്പോൾ കോർപ്പറേഷനിൽ പറയാൻ അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഇവിടെ ഭരിക്കുന്നത് CPM മറ്റ് കക്ഷികളാണെങ്കിൽ ഇവിടെ നിന്ന് ഒരൊറ്റ എഴുത്ത് മതി, ഒരു സിഗ്നേച്ചർ മതി. എന്തൊരു വലിയ പ്രോജക്റ്റ് ആയിരിക്കും ടൂറിസ്റ്റുകൾക്ക്. നമ്മുടെ നാടൻ വെള്ളം, മൂടി വെള്ളം, അങ്ങനെ ഓരോ കാര്യങ്ങളോട് ഷോക്കേസ് പോലെ വയ്ക്കുക. മഹാത്മാഗാന്ധിജി വന്നിറങ്ങിയിരിക്കുന്നു, വിവേകാനന്ദ സ്വാമി വന്നിറങ്ങി, വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറ്റാൻ പറ്റില്ലേ? ടൂറിസത്തിന് കേരളം ഇത്രയധികം മുൻഗണന കൊടുക്കുമ്പോൾ നമ്മളതൊക്കെ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത് തോന്നി ഒറ്റ എഴുത്ത് അവിടെ നിന്ന് മതിയെന്ന്. ഇനി അത് അവിടെ കുടുങ്ങി കിടക്കും. അറിയാമല്ലോ, ഹഡ്കോന് എത്ര കോടി രൂപ എൻ്റെ ഡിവിഷനിലേക്ക്, ഒരു അംഗൻവാടി പോലും ഇല്ലാത്ത ഡിവിഷനാണ്. 26 മാസം തിരുവനന്തപുരം മുതൽ എറണാകുളം മുതൽ ഡൽഹിയിൽ നിന്ന് പിന്നെ പോകേണ്ടി വന്നില്ല, ഒറ്റ മിനിറ്റിൽ സൈനായി.
ഇതിൻ്റെ ഇപ്പോൾ തുടങ്ങി, ഇപ്പോഴാണ് തുടങ്ങിയത്, നമ്മുടെ കാലാവധി കഴിയാറായി. ഇങ്ങനെയാണ് കേരളത്തിന് വരുന്ന പദ്ധതികൾ ഉദ്യോഗസ്ഥരുടെ താല്പര്യരാഹിത്യം കൊണ്ടോ ഭരിക്കുന്ന ആൾക്കാരുടെ താല്പര്യമില്ലായ്മ കൊണ്ടോ. BJP കൊണ്ടുവന്ന പ്രോജക്റ്റ് അല്ലേ, 45 കൊല്ലം ഉണ്ടായില്ല അംഗൻവാടി. അങ്ങനെ BJPക്കാരി വന്നൊരു അംഗൻവാടി ഇവിടെ കൊണ്ടുവരണ്ട. പകൽ വീട്, അൾസേമേഴ്സ് ഹോം, സ്ത്രീകൾക്ക് ഒരു ചെറിയ തൊഴിൽ കണ്ടെത്താനുള്ള ഇത്. അൾസൈമേഴ്സ് ഹോമൊക്കെ എന്ത് നല്ലതാണെന്ന് തോന്നുന്നു നോക്കൂ. വയ്യാത്ത അച്ഛനെ അമ്മയൊക്കൊന്നും അവിടെ കൊണ്ടാക്കിയിട്ട് പോകാനായിട്ട്. അപ്പം അങ്ങനെ BJPക്കാരി വന്ന് 3000 സ്ക്വയർ ഫീറ്റിൽ 1 കോടി രൂപയുടെ പ്രോജക്റ്റ് വരണ്ട. അതിലങ്ങനെ പത്മജ എസ് മേനോൻ എഴുതി വെക്കില്ലേ? വേണ്ട. ഒരു ചെറിയ തമാശ ഇതും കൂടെ പറയട്ടെ. ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെ പുസ്തകം ഞാനിങ്ങെടുത്ത് നോക്കിയപ്പോൾ സന്തോഷ് ട്രോഫി 72 ജയിച്ച ആൾക്കാരുടെ പടം, മേയറുണ്ട്, വിനോദ് MLA ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഡിവിഷൻ കൗൺസിലറാണ്, ഞാനും ഇരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പടം കട്ട് ചെയ്ത് കളഞ്ഞേക്കണു. എന്നിട്ടാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മേയർ പറയും ഞാൻ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന. ഞാൻ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡൻ്റാണ്. കൗൺസിലർമാരിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ സന്തോഷ് ട്രോഫി നേരിട്ട് കണ്ട ഒരേ ഒരു വ്യക്തി ഞാനാണെന്ന് അന്ന് തന്നെ മേയറോട് പറയും. എല്ലാ കളിക്കാരും പേര് പറഞ്ഞ് ഞാൻ അഭിസംബോധന ചെയ്യുകയും ചെയ്തതാണ്. എന്നിട്ട് എൻ്റെ പടം വെട്ടിക്കളഞ്ഞിരിക്കും. അവിടെ രാഷ്ട്രീയം വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കുമ്പോൾ BJPക്കാർ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും, ഇന്ത്യ മുന്നണി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യ മുന്നണി. അപ്പം അവരുടെ പടങ്ങളൊക്കെ ഉണ്ട്. പാവം BJP കൗൺസിലറുടെ പടം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കും. എനിക്കല്ലേ ഏറ്റവും യോഗ്യത. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ്, അറിയപ്പെടുന്ന ഒരു സ്പോർട്സുകാരിയാണ്. ടേബിൾ ടെന്നീസിലും ഖോഖോയിലും സ്റ്റേറ്റിനെയും യൂണിവേഴ്സിറ്റിയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. കാര്യത്തോടെടുക്കുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഇല്ലെങ്കിൽ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. ചോദിച്ചു മേടിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അവിടെയും ഈ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളൊന്നും ഇല്ലാതാകുന്നത്. അപ്പൊ ചേച്ചി അവിടെ പോയി ഇത്രയും സഹായങ്ങളൊക്കെ കിട്ടുമെന്നൊരു ഉറപ്പാക്കി അത് മേയറുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തല്ലോ. അപ്പൊ നേടിയെടുത്താൽ കൊച്ചിയിലെ ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമായിരിക്കും. ഇനിയെങ്കിലും അവർ മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഈ പറഞ്ഞ ചിത്രത്തിൽ നിന്ന് ഔട്ടായതുപോലെ, സന്തോഷ് ട്രോഫി ചിത്രത്തിൽ നിന്ന് ഞാൻ ഔട്ടായല്ലോ. അതുപോലെ ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ BJPക്കാർ ഔട്ടാകും. ഇന്ത്യ മുന്നണി അവിടെ കയറി നിൽക്കും. അത്രയേ ഉള്ളൂ. അതിന് മേയർ CPMൻ്റെയാണ്, MP MLAയും കോൺഗ്രസിൻ്റെയാണ്. പാവം ഒരു കൗൺസിലർ. മാത്രമല്ല ഇത് എൻ്റെ ഡിവിഷൻ മാത്രമല്ലല്ലോ, മുഴുവൻ കോർപ്പറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്നെ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കും. അവിടെ പോയി ഇരുന്ന് കാത്തിരുന്ന് ഓടി നടന്ന് അപ്പോയിൻമെൻറ്റ് മേടിച്ച അത് എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല കേട്ടോ. ജനങ്ങളുടെ നന്മ മാത്രമേ BJPയുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുകയാണ്, ആ സമയത്ത് സീനിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. എന്തായാലും ഡൽഹിയുടെ വികസനം ഒക്കെ കൊച്ചിയിലേക്ക് ഓടി വരട്ടെ. മേയറായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു കൗൺസിലറായ പത്മജ എസ് മേനോനെ സമീപിക്കുന്നുണ്ട്. നമ്മൾ അത് ഇന്ന് ഡൽഹിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ജനങ്ങളെങ്കിലും അത് തിരിച്ചറിയുന്നു. ബഡ്ജറ്റിൽ മുഴുവനും CSML വഴി ചെയ്ത പദ്ധതികളാണ്, ഫോട്ടോ സഹിതം. ഞങ്ങൾ എല്ലാത്തിൻ്റെയും പടം കൊടുത്തിട്ടുണ്ട്. എല്ലാം CSML വഴി ചെയ്തിരിക്കുന്ന പദ്ധതികളുടെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.